ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിപ്പിംഗ് ക്രീം ഒന്നും ചേർക്കാത്ത ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ? നോക്കാം. അതിനായി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് 1/4 കപ്പ് കൊക്കോ പൗഡറും 3/4 കപ്പ് മൈദയും ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം അതൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താലും മതി. ഇനി വേറൊരു ബൗളെടുത്ത് നമുക്കതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് 1 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ടയൊന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർക്കാം. 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഈ കേക്കിലേക്ക് വേണ്ടത്. അത് കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിച്ചത് നമ്മൾ 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തു. നന്നായിട്ട് ബീറ്റ് ചെയ്തു. ഇപ്പോൾ കളറെല്ലാം മാറി നല്ല വൈറ്റ് കളറായി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബീറ്റർ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് അതും മിക്സ് ചെയ്യാം. ഇനി 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നെടുത്ത് അതിൽ ഓയിൽ പുരട്ടി ബട്ടർ പേപ്പർ വെച്ച് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് 30 മിനിറ്റ് ഗ്യാസ് സ്റ്റോപ്പിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് റെഡിയാക്കിയെടുക്കാം. കേക്കിലേക്ക് വേണ്ട ക്രീം ഉണ്ടാക്കാം. അതിനായി 1/2 കപ്പ് പാലെടുത്തു. 1 ടീസ്പൂൺ കൊക്കോ പൗഡറും ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റിൻ്റെയും ഓരോ കഷ്ണവും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് 1/4 കപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം അത് തണുക്കുമ്പോൾ അതിലേക്ക് നട്ട്സും ബദാമും കൂടെ അരിഞ്ഞ് ചേർത്ത് മാറ്റി വയ്ക്കാം. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്കിത് 2ആയി കട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് മാത്രമാണ് ഒഴിക്കുന്നത്. ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുത്തായിരുന്നു. കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലായിടത്തും ഒന്ന് എത്തട്ടെ. നട്ട്സും ബദാമും ഒക്കെ ചേർത്ത ചോക്ലേറ്റും ചേർന്ന ഈ മിക്സിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്തിരുന്നു. അത് ഞാൻ പറയാൻ മറന്നുപോയതാണ്. അങ്ങനെ നല്ല റിച്ച് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മിക്സാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല വളരെ ടേസ്റ്റിയുള്ള ഒരു കേക്കാണിത്. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഒന്നും ചേർത്തിട്ടില്ല. വിപ്പിംഗ് ക്രീം ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നന്നായിട്ട് കുറച്ചും കൂടെ സോഫ്റ്റായി വരും. പക്ഷേ ഡോൺ അതിനൊന്നും സമ്മതിക്കുകയില്ല. എത്രയും പെട്ടെന്ന് അവന് കട്ട് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരു അരമണിക്കൂർ ശേഷം കട്ട് ചെയ്തു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള ചോക്ലേറ്റ് കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.